മർക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്തേ, 10-ാം അധ്യായം ഒന്ന് എടുത്തേ, 27-ാം വാക്യം. എല്ലാം വായിക്കണ്ട. അതിനകത്ത് 2-ാമത്തെ ലൈൻ, മനുഷ്യർക്ക് അസാധ്യം തന്നെ. മനുഷ്യർക്ക് അസാധ്യം തന്നെ. മനുഷ്യർക്ക് അസാധ്യം തന്നെ. സാഹചര്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യം തന്നെ. ദൈവത്തിന് അല്ലതാനും. ദൈവത്തിന് അല്ലതാനും. ദൈവത്തിന് സകലവും സാധ്യമല്ലോ. ആര് പഠിപ്പിച്ചതാ? യേശു പഠിപ്പിച്ചതാ. യേശു പറയാണ് മനുഷ്യർക്ക് അസാധ്യമാ, പക്ഷെ ദൈവത്തിന് അല്ലതാനും. ദൈവത്തിന് സകലതും സാധ്യം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടില്ല. ദൈവത്തിന് സകലതും സാധ്യം. ലൂക്കോസ് 1:37 നമ്മൾ പഠിക്കുമ്പം സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ മറിയോട് സംസാരിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, അമ്മേ ദൈവത്തിന് ഒരു കാര്യവും അപ്പം യേശുവിന് പറയാനുള്ളത് എന്തുവാ? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് വന്ന പുള്ളിക്ക് പറയാനുള്ളത് എന്തുവാ? ദൈവത്തിന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഉണർത്തുക. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഉണരണം. ദൈവത്തിന് സ്തോത്രം. പ്രസംഗം കേട്ടാൽ ഇവിടുന്ന് ഓടിപ്പോകരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേ, അവിടെ എഴുതിയിരിക്കാം ദൈവത്തിന് ഒരു കാര്യവും. നിങ്ങൾ വലിയ മല പോലെ എടുത്തോണ്ട് വന്ന വിഷയം ഇന്ന് നിങ്ങൾ പോകുമ്പം അലിഞ്ഞു പോകാൻ പോവാ. ഓ ഹല്ലേലൂയ. ആമേ, നിങ്ങൾ തന്നെയാ ചെയ്യാൻ പോകുന്നത്, ഞങ്ങളല്ല. നിങ്ങൾ തന്നെ ചെയ്യാൻ പോവാ. നിന്റെ പ്രശ്നത്തെ നോക്കി നീ പ്രവചിക്കണം, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ഗോഡ്. യിരെമ്യാവിനോട് പറഞ്ഞു, നീ ജനത്തിനിടയിൽ പോയൊരു ദൂത് പറയണം. യിരെമ്യാവ് ചോദിച്ചു, കർത്താവ് എന്നോ ദൂത പറയേണ്ടിയേ? യിരെമ്യാവ് എന്നോട് ദൈവം പറയാം, നീ പറഞ്ഞു. യിരെമ്യാ പ്രവചനം 32:27. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഇന്ന് നിങ്ങൾ വീടുകളിൽ കയറി പറയണം, എനിക്ക് കഴിയാത്ത, എൻ്റെ ദൈവത്തിന് കഴിയാത്ത. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പിശാചിനാൽ ഉയർത്തുന്നത് ക്രിസ്തുവിനെയാ ഉയർത്തുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഒന്ന് തൊട്ടേച്ച് പറയാം, ദൈവത്തിന് കഴിയാത്ത. ഒന്ന് ചോദിച്ചേ, എന്തിനാ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? ദൈവത്തിന് കഴിയാത്ത. ഒന്ന് ചിരിച്ച മുഖത്തോടെ പറ, ദൈവത്തിന് കഴിയാത്ത. ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട് സാക്ഷ്യം പറയാൻ പോവുക. നിന്റെ കുടുംബം സാക്ഷ്യം പറയാൻ പോവുക. ആരുടെ വീട്ടിൽ നടക്കാത്ത ചില സംഭവം നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക. യെസ്. ഓ കൃപ 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 കൃപ. നിങ്ങളുടെ വീട്ടിലും അത്ഭുതം നടക്കട്ടെ. നിങ്ങളുടെ തലമുറയിലും അത്ഭുതം നടക്കട്ടെ. നിങ്ങളുടെ സഭയിലും അത്ഭുതം നടക്കട്ടെ. അപ്പൊ യേശുവിന് പറയാനുള്ളത്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതന് പറയാനുള്ളത്, ദൈവത്തിന് ഒരു കാര്യവും. സ്വർഗത്തിന്റെ ദൂത് വരുന്ന യിരെമ്യാവിന് പറയാനുള്ളത്, യഹോവയാൽ കഴിയാത്ത. ഓ ഗ്ലോറി ഗ്ലോറി. യിരെമ്യാ 32:17, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന്. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കയറിയാലേ അസാധ്യതയ്ക്ക് നേരെ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു പുതിയ നിയമത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. എന്തുവാ? വിശ്വസിക്കുന്നവന്. ഒന്ന് പറഞ്ഞ്, സകലതും. നാട്ടുകാർ പറയാം നടക്കത്തില്ലെന്നും, പക്ഷെ നിന്റെ മുഖത്തെ ചിരി മാറിയിട്ടില്ല. അതിന്റെ കാരണം നിനക്കറിയാം അത് സാധ്യമാണ്. നിന്റെ വീടിന്റെ സ്ഥിതി മാറട്ടെ. നിന്റെ വീട് പ്രകാശിക്കട്ടെ. മൂടി വെച്ച വിളക്കെല്ലാം തണ്ടിന്മേൽ വരട്ടെ. നിന്റെ വീട് പ്രകാശപൂരിതമാകട്ടെ. കൃപ കൃപ കൃപ. നിങ്ങളുടെ വീടൊന്ന് സ്വപ്നം കണ്ടേ. നിന്റെ കുഞ്ഞുങ്ങൾ പാർക്കുന്ന രാജ്യമൊന്ന് സ്വപ്നം കണ്ടേ. നീ പാർക്കുന്ന പട്ടണമൊന്ന് സ്വപ്നം കണ്ടേ. അത് പ്രകാശിക്കട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഇന്ന് കുറച്ചുകൂടെ സജീവമാക്കണം. റെഡിയാണ്? ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, അതിങ്ങനെ മടുത്ത് ക്ഷീണിച്ച് ഇങ്ങനെ കമ്പിളിക്കാത്ത ആൾക്കാർ ചുരുണ്ട് കയറാൻ പോകുന്ന പോലെ ഈ മനസ്സിങ്ങനെ കയറാൻ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ അവനെ ഒന്ന് ഉണർത്തി പുറത്തിറക്കണം. എന്നോട് പറയണം, കർത്താവിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും. അപ്പം അസാധ്യതകൾക്ക് നേരെ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ എത്ര പേര് തയ്യാറാ? ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ചിലർ അസാധ്യതകൾക്ക് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സെക്കരിയാവിനോടുള്ള ഇടപെടലിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാക്യം ബൈബിളിൽ നിന്ന് നമ്മൾ വായിക്കണം. നെഹമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നാണ്, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ആ വാക്യം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. 1-ാമത്തെ അധ്യായത്തിൻ്റെ
4-ാമത്തെ വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ആ, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഒരു മനുഷ്യൻ ഒരു വിഷയത്തിന് കുറെ നാൾ കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, കുറെ നാൾ ഉപവസിച്ചു, കുറെ നാൾ പ്രാർത്ഥിച്ചു. സാഹചര്യം എന്താണെന്നറിയോ? പറയാം. ഒന്ന്, മഹാകഷ്ടത്തിലും അപമാനത്തിലും ജനം ഇരിക്കുന്നു. ഇവന്റെ കണ്ണിൽ നിൽക്കുന്ന 1-ാമത്തെ ചിത്രം. 2-ാമത്തെ ചിത്രം ഇടിഞ്ഞു കിടക്കുന്ന യെരൂശലേമിന്റെ മതിൽ. 3-ാമത്തെ ചിത്രം തീ വെച്ച് ചുട്ടുകളഞ്ഞ യെരൂശലേമിന്റെ വാതിൽ. 4-ാമത്തെ ചിത്രം വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരം. അപ്പൊ വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരവും ഇടിഞ്ഞു കിടക്കുന്ന മതിലും തീ വച്ച വാതിലും, ദൈവത്തിന് സ്തോത്രം, എല്ലാം കണ്ടപ്പം പ്രയർ നിർത്തിയെന്നല്ല, ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങി. അതിനർത്ഥം എന്തുവാ? അവന്റെ അവന് മനസ്സിലായി, അസാധ്യതകൾക്ക് നേരെ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കാൻ പോവാ. സൻബല്ലത്തല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നേ, തോബിയാവല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നേ, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നീയാ. ഓ, ഗ്ലോറി ടു ഗോഡ്. അപ്പൊ ഞാനിവിടെ നിന്നോടൊരു വെളിപ്പാട് പറയാം. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യത്തിന് നിന്റെ പ്രാർത്ഥന ഉയരണം. ഒരിക്കലും നടക്കത്തില്ല. യെസ്, ആരാധിക്കുന്ന ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക. ഇന്ന് നിന്റെ സന്തതി ഇരിക്കുന്ന രാജ്യത്തും വിടുതല, നിന്റെ സന്തതിയുടെ കുടുംബജീവിതത്തിനും വിടുതല. ഓ, ചില അസാധ്യതകൾ ചലിക്കാൻ പോകുകയാ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇടിഞ്ഞു കിടക്കുന്ന മതിലും വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരവും തീ വെച്ച് കിടക്കുന്ന മതിലും, ദൈവത്തിന് സ്തോത്രം, ഒക്കെ കണ്ടപ്പം അവൻ വീട്ടിൽ കയറിയെന്നല്ല, അവൻ കരയാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാ കരച്ചിലും ഉപവാസവും? ഒരു നിയോഗം കിട്ടാനാ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എണ്ണപ്പെട്ട ദിവസത്തിനകത്ത് പൂർത്തിയാകേണ്ട ചില പദ്ധതികൾക്ക് വേണ്ടി ഒരു നിയോഗത്തിന് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ അസാധ്യതയ്ക്ക് നേരെ നീ ചലിക്കാൻ തുടങ്ങണം. ഓ, ഗ്ലോറി ടു ഗോഡ്. ഈ നെഹമ്യാവ് പണിയാനായിട്ട് തുടങ്ങി. ഞാൻ അവിടെ ഒന്നും വിവരിക്കുന്നില്ല, കാരണം എനിക്ക് സെക്കരിയാവിന്റെ കാര്യം വിവരിക്കേണ്ടി. ദൈവത്തിന് സ്തോത്രം. സെക്കരിയാവ് പണിയാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര തടസ്സം ഉണ്ടായി. 2 കാര്യം സെക്കരിയാവ് ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ പദം, ദൈവം എനിക്ക് അനുകൂലമാണ്. എന്താണ്? നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാണ്. 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കൂടെ, 18 വായിച്ച് 20 കൂടെ. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. 2 കാര്യം ഇവന്റെ ഉള്ളിൽ അങ്ങോട്ട് കത്താൻ തുടങ്ങി. 1, ദൈവം അനുകൂലമാണ്. 2, കാര്യം ദൈവം സാധിപ്പിച്ചു തരും. ഉറപ്പുള്ളവരെ ആമീൻ പറയാവൂ. ഇടിഞ്ഞു കിടക്കുന്ന മതിലും വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരവും വെന്ത് കിടക്കുന്ന വാതിലും സൻബല്ലത്തും തോബിയാവും എതിര് നിൽക്കുമ്പോഴും ഒരുത്തം വിളിച്ചു പറയാ, ദൈവം അനുകൂലമാടാ. ഓ, ഹല്ലെ, ദൈവം ഞങ്ങൾക്ക് ആ കാര്യം സാധിപ്പിച്ചു തരും. ഓ, എത്ര പേർക്ക് ഉള്ളിൽ ബോധ്യം വരുന്നുണ്ട്? ഒരു സാധ്യതയില്ലാത്തടത്ത് ഇതാ ദൈവത്തിന്റെ കൈ ചലിക്കുകയാ. ഒരു പേഴ്സണൽ സാധ്യതയില്ല. പക്ഷെ ദൈവം പറയുകയാണ്, നീ പ്രാർത്ഥിച്ചോ നെഹമ്യാവേ, നീ ഉപവസിച്ചോ നെഹമ്യാവേ, നീ കരഞ്ഞോ നെഹമ്യാവേ, 52 ദിവസം കൊണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം എടുത്ത് 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. നെഹമ്യാവ് 6:15. ഹല്ലേലൂയ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ചോദ്യം, നടക്കത്തില്ലെന്ന് പറഞ്ഞവരെവിടെ? ചണ്ടിക്കൂമ്പാരത്തിന്റെ നടുവിൽ നിന്ന് ജീവിക്കുമെന്ന് ചോദിച്ചവരെവിടെ? നിന്നെ വെല്ലുവിളിച്ചവരെവിടെ? ദൂത് പറയാം, നിന്റെ കുടുംബത്തിനകത്ത് ചില പണി നടക്കാൻ പോവാ. ഓ, യേശു, എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഇടിച്ചു കളഞ്ഞതും കത്തിച്ചു കളഞ്ഞതും ചണ്ടിക്കൂമ്പാരമായി കിടക്കുന്ന ചിലതിനകത്തും കൃപ. നെഹമ്യാവിനെ കൊണ്ട് ഈ ദൂതിലേക്ക് വരാ. ഇത് പണിയിക്കാൻ പ്രേരിപ്പിച്ച ഘടകം 2 വാക്യ. 1, ദൈവം അനുകൂലമാന്നുള്ള ചിന്ത. എന്തുവാ? ദൈവം അനുകൂലം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വെച്ചോ, ദൈവം എനിക്ക് അനുകൂലമാന്ന് പറ. പിന്നെ തന്നെ കരഞ്ഞോണ്ടിരിക്കുന്നേ? ഒന്നുകൂടെ പറ, ദൈവം എനിക്ക്. ഓ ജീസസ്, നെഞ്ചത്ത് കൈ വെച്ചോടാ, ദൈവം എനിക്ക്.
ഇന്ന് പ്രയർ കഴിഞ്ഞ് ഈ പടി ഇറങ്ങുമ്പോൾ നിനക്ക് അനുഭവം ഉണ്ടാകാൻ പോവാ. ഓ ജീസസ്, ഇന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അനുഭവം ഉണ്ടാകാൻ പോവാ. ദൈവം അനുകൂലമെന്ന് പറഞ്ഞോണം. ആര് നിന്നെ കളിയാക്കിയോ അവന്റെ മുമ്പിൽ പണിതുയർത്താൻ പോവാ. അവന്റെ മുമ്പിൽ അപമാനം. കൃപ കൃപ കൃപ. അടുത്ത 10-20 മിനിറ്റുകൾ എനിക്കറിയാം ഈ ഓഡിറ്റോറിയത്തിനകത്ത് മഹത്വം ഇറങ്ങാൻ പോവാ. നടക്കത്തില്ലെന്ന് ആര് പറഞ്ഞോ അത് നടത്തി തരാൻ പോവാ. സംഭവിക്കത്തില്ലെന്ന് ആര് പറഞ്ഞോ അത് സംഭവിക്കാൻ പോവാ. ഓ, നീ കരഞ്ഞത് മതി, ദുഃഖിച്ചത് മതി, ഇനി ഒരു പ്രവൃത്തിയുണ്ട്. കൃപ കൃപ കൃപ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടോ എന്തോ ഒരു കാര്യം നടക്കാൻ പോവാ? നിങ്ങളുടെ ഉള്ളിൽ ബോധ്യം വരുന്നുണ്ടോ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നടക്കാൻ പോവാ? ജീസസ്, എണ്ണപ്പെട്ട ദിവസത്തിനകം 52 എന്നൊരു കണക്ക് ഇവിടെ ബൈബിളിലുണ്ട്. ഇന്നോട്ട് നീ ഒരു പ്രവചനം പോലെ ഏറ്റെടുത്തോ. അടുത്ത 52 ദിവസത്തിനകം ഞാൻ ചിലരോട് പ്രവചിക്കുക, നടക്കത്തില്ലെന്ന് പറഞ്ഞത് നിന്റെ വീട്ടിൽ ഫുൾഫിൽ ചെയ്യും. ജീസസ്, കൃപ. എന്തോ നിന്നോട് അടുത്തു വരുന്നു, എന്തോ നിന്റെ ലൈഫിനോട് അടുത്തു വരുന്നു. ജീസസ്, ജീസസ്. മദ്ദലക്കാരത്തി മറിയേ, നീ പേടിക്കണ്ട, നീ കല്ലറയോട് അടുക്കുമ്പോൾ ഒരു അത്ഭുതം കാണും. ജീസസ്, യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ ഉരുണ്ടു മാറുന്നത് നീ കാണാൻ പോവാ. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. അല്പം കൂടെ കഴിയുമ്പോൾ ദൈവദൂതന്മാർ ഇവിടെ ഇറങ്ങും. സെക്കറിയാവിന്റെ പ്രാർത്ഥന മാത്രമല്ല ദൂതൻ ഇറങ്ങിയത്, പത്രോസിനെ വിടുവിക്കാൻ മാത്രമല്ല ദൂതൻ ഇറങ്ങിയത്. അല്ല അല്ല അല്ല, പ്രാർത്ഥിക്കുന്ന നിന്റെ പേരും അതിനകത്തുണ്ട്. ഞാൻ ഈ വചനം കേട്ടത് വെച്ച് ചോദിക്കുക, അസാധാരണമായത് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നോ? സാധാരണമല്ലാത്തത് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നോ? അസാധാരണമായത് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നോ? സെക്കറിയാവേ, നിനക്കൊരു നറുക്ക് തെറ്റി വീഴാൻ പോവാ. അത് നിന്റെ കുടുംബത്തിന്റെ വിടുതലിനാ. സെക്കറിയാവേ, നിനക്കൊരു നറുക്ക് തെറ്റാൻ പോവാ. എന്തിനാ? നിന്റെ വിടുതലിനായി. ചിലരുടെ അകത്ത് കാര്യം മനസ്സിലായി. ചിലരുടെ അകത്ത് ദൂത് അണയ്ക്കാൻ വയ്യാത്ത സൂര്യനെ പോലെ കത്താൻ തുടങ്ങി. ചിലരുടെ അകത്ത് തീ അണയ്ക്കാൻ പറ്റാത്ത തീ പോലെ കത്താൻ തുടങ്ങി. അതിനർത്ഥം എന്തുവാ? അവർ തിരിച്ചറിഞ്ഞു അസാധ്യതകൾ വഴിമാറും. യോഹന്നാന്റെ കാര്യം പത്മോസിൽ നിന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്തത്. പക്ഷെ സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഈ ഭാഗത്തോട്ട് വരാം. എന്നാൽ ഒറ്റ വാക്ക് പറയാം. ഡൊമിഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പത്മോസിൽ വലിച്ചെറിഞ്ഞു. പത്മോസിൽ എറിഞ്ഞവൻ ആരും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് നോക്കിയേ, അകത്ത് ദൈവം ആരാന്ന് തെളിഞ്ഞവന് പത്മോസ് സ്വർഗത്തിന്റെ വെളിപ്പാടാ. അസാധ്യതകൾക്ക് നേരെ ഒരുത്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ, യേശുവിന്റെ നാമത്തിൽ ഞാനൊരു ദൂത് പറയാം. ചില പ്രദേശത്ത് നിൽക്കുന്ന വ്യാപാരം വരെ ഇന്ന് ബന്ധിക്കപ്പെടും. നിന്റെ ദേശത്ത് വ്യാപരിക്കുന്ന സകലരെ ഒടുക്കിക്കളഞ്ഞ വ്യാപാരം നിന്റെ മുമ്പിൽ മുട്ടുകുത്തും. പത്മോസിലേക്ക് യോഹന്നാനെ വലിച്ചെറിഞ്ഞപ്പം യോഹന്നാൻ പരാതി പറഞ്ഞ ഒരു ഇമെയിൽ അയച്ചെന്നല്ല. എനിക്കറിയോ, നിങ്ങൾക്കറിയോ, ഈ വേദപുസ്തകത്തിൽ ഒരു പരാതി ഇല്ലാത്തൊരു മനുഷ്യനാണ് പൗലോസ്. നമ്മളൊക്കെ അന്ന് സൂചിച്ചാട്ട ജോലിക്ക് പോയി കൊതുക് കടിച്ചെങ്കിൽ ഒരുത്തനെ കൊതുക് കടിച്ചാൽ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് ഇടും. എന്നെ ഒരു കൊതുക് കടിക്കാൻ വന്നു, ഒരുത്തൻ കല്ലെടുത്തു. പൗലോസ് പറയാം, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്. നിങ്ങൾ അതിൻ്റെ ഒരു പരാതിയില്ല. നമ്മൾ വല്ലതും ജയിലിൽ പോയാന്നേ, നിങ്ങളൊരാൾ ജയിലിൽ പോയാൽ വന്ന് കണ്ടില്ല, പരാതിയാ. എന്താ ഉപദേശിച്ച ജയിലിൽ പോയിട്ട് വന്ന പൗലോസിന് ഒരു അവിടെ കിടന്ന് ലേഖനം എഴുതുക. എന്നാ മനുഷ്യനാ! നാട്ടുകാർക്ക് പിടികിട്ടാത്തൊരു കാര്യേ. എത്ര ഒതുക്കാൻ നോക്കിയിട്ട് ഇത് ഒതുങ്ങുന്നില്ല. ഒതുക്കുന്നവന്റെ വീട്ടിലും യോഗം നടക്കുക ഇപ്പൊ. ഗ്ലോറി. നിങ്ങൾക്കറിയാം, 10 കൊല്ലം മുമ്പ് സുവിശേഷത്തിന്റെ ഒരു ബോർഡ്, ഞങ്ങളൊക്കെ സൂചന വിലക്കറിയ ആദ്യ സമയത്ത് ഒരു ബോർഡ് കാണണേ 10 കിലോമീറ്റർ പോകണം. ഇപ്പോഴോ 1 കിലോമീറ്ററിനകത്ത് 25 സഭയുണ്ട്. ഞാൻ പറയുന്ന കർത്താവ് ഇച്ചിരൂടെ ലേറ്റ് ആയിട്ട് വരാവുന്ന. അതിന്റെ കാരണം പട്ടണം മുഴുവൻ സഭയാണ്. പിടികിട്ടിയോ? അല്ലാതെ ഞാൻ പറയുക തിരുവനന്തപുരത്തേക്ക് എന്നെ വിട്ടതാ. ജീസസ് മോയ്സ് മാത്രം തിരുവനന്തപുരം പോരാ, 1 ലക്ഷം സഭ ഇവിടെ ഉണ്ടാകണം ഈ പട്ടണത്തിൽ. ഒരു ആമയും പറയാമെങ്കിൽ പറ.
ഒന്ന് നിന്റെ വിഷൻ ഒന്ന് തുറക്കട്ടെ. ഒന്ന് തുറന്ന മനസ്സോടൊന്ന് ആരാധിക്ക്, തുറന്ന മനസ്സോടൊന്ന് സ്തുതിക്ക്. നിന്നെ ഒതുക്കാൻ ആ പത്മോസി വിട്ട് എന്ന ഒതുങ്ങുവല്ല ഭാവിയുടെ വെളിപ്പാട്. ഈ വിശ്വാസത്തിൽ 10 വർഷമായിട്ട് നിലനിൽക്കുന്ന ചിലരോട് ചോദിക്കണം, നിങ്ങളെ ഒതുക്കാൻ ആരല്ല എഴുന്നേറ്റ്? ഒതുക്കാൻ എഴുന്നേറ്റവൻ ഒതുങ്ങിയതല്ലാതെ നമ്മൾ ഒതുങ്ങിയിട്ടില്ല. എന്നെ ഒതുക്കാൻ എന്തോ ആൾക്കാർ എഴുന്നേറ്റ് അവരുടെ മണ്ടയ്ക്കായി ഇപ്പൊ പന്തലിട്ട് യോഗം നടത്തുന്നത്. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്നാ? സുവിശേഷം ഒരു അഗ്നിയാ. അതിന്റെ ആവേശം നിന്റെ അകത്ത് കയറിയാൽ പോട്ടെ. യോഹന്നാന്റെ കാര്യം ഞാൻ പറയുന്നില്ല. 3 ജീവികൾ അവിടെ ഉണ്ടെന്നാണ് ഈ വേദപണ്ഡിതക്കട നിഗമനം. 1, ഒരുത്തൻ അങ്ങോട്ട് വീണാൽ കഴുകൻ പറന്നെടുക്കും. ഉഗ്രവശമുള്ള പാമ്പ് ചീറി വരും. തേള് ആക്രമണത്തിന് വരും. പക്ഷേ യോഹന്നാൻ വീണപ്പം 3 പേര് സൈലന്റായി. വയലന്റ് ആയവനെല്ലാം സൈലന്റായി. ഈ അഭിഷേകമാ. പൗലോസ് മെലിത്ത ചെന്നപ്പോ അകത്ത് ഉറഞ്ഞ സാധനം നല്ല വെളിപ്പെട്ടു. എന്തിനാ? അവനെ ഉന്മൂലനം ചെയ്യാനാ. യേശു ഗദർദേശക്ക് കാല് കുത്തുന്നതിന് മുമ്പ് പുള്ളി ഇളകി ഇങ്ങ് വന്നു. അതൊക്കെ അഭിഷേകമാ. അപ്പോസ്തലന്മാർ ഇവിടെ ശുശ്രൂഷിച്ചപ്പോ മന്ത്രവാദി അപ്പുറത്ത് പുസ്തകം കത്തിച്ചു. ഇവിടെ വ്യാപരിച്ച അഭിഷേകമാ. അവിടെ മിണ്ടുന്നില്ല. ഇനി നിനക്ക് കയറാൻ പറ്റാത്തത് പെട്ടകത്തെ കെട്ടി നാഗോനെ ഇട്ടോളും താഴെ. നിന്നെ കൊണ്ട് കയറാൻ പറ്റാത്തടത്ത് പെട്ടകം കയറിക്കോളൂ. ഓ, മനസ്സിലായി വരുന്നില്ല. ഓ ഹല്ലേലൂയ. നിന്നെ കൊണ്ടൊക്കാത്തത് മേളിൽ നിന്ന് ചെയ്തോളൂ വന്നേ. എന്നെ ശ്രദ്ധിച്ചേ. യോഹന്നാൻ പത്മോസിൽ പോയതിന്റെ ഗുണം യോഹന്നാനല്ല, നമ്മക്കാ. ഭാവിയുടെ വെളിപ്പാട്. പോട്ടെ. സെക്കരിയാവിനെ നറുക്ക് തെറ്റി ഒരു ശുശ്രൂഷ വീണു. നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണമല്ലാത്തത്, ഈ പദത്തെ പറഞ്ഞു ഞാൻ നിർത്തും. സാധാരണമല്ലാത്തത് പ്രതീക്ഷിക്കുന്നു. എല്ലാ മനുഷ്യന്റെ വഴിത്തിരിവിന് മുമ്പിൽ സാധാരണമല്ലാത്തതൊന്നുണ്ട്. ഒരുപക്ഷെ ആ ദിവസം ഇന്നാകാം, ആ ദിവസം നാളെയാകാം, ആ ദിവസം ഈ രാത്രി നിന്റെ ബെഡ്റൂമിലാകാം. സാധാരണമല്ലാത്തത് എന്തോ നടക്കാൻ പോവാ. അമ്മേ, സെക്കരിയാവെ ഇനിയും നിന്ന ചുമന്ന് ജീവിക്കണ്ട, ഇനി അപമാനം ചുമന്ന് ജീവിക്കണ്ട. നീ ഒത്തിരി നാൾ നീറിയ വിഷയത്തിന്റെ മറുപടി. സ്തോത്രം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ചില വാക്യങ്ങള് ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായം 10-ാം വാക്യം. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ഈ സെക്കരിയാവ് ഇത്രയും വർഷം ശുശ്രൂഷിച്ചെങ്കിലും പുള്ളി ഭയപരവശനായൊരു ശുശ്രൂഷ ഇന്ന് വരെ ഉണ്ടായിട്ട്. അടുത്തത് ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. മതി. ദൂതൻ പറയാ, ഞാൻ വന്നത് നിന്നെ പേടിപ്പിക്കാനല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേ ചെന്ന് പ്രവചിച്ചോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നവന്റെ ഉറപ്പാ ഉത്തരവുണ്ട്. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ടെന്നൊരു പാട്ടുണ്ട്. ജീസസ്. ഞാൻ ഇന്ന് ഈ ദൂത് അവസാനിപ്പിക്കുന്നതിന് പറയാം നിങ്ങളോട്, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. അവനോട് പറയാം നിന്റെ പ്രാർത്ഥനയ്ക്ക്. അപ്പൊ ഉടനെ ഈ സെക്കരിയാവിന്റെ അകത്ത് എനിക്ക് തോന്നാം പുള്ളി കോട്ടയംകാരനായിരിക്കും, അത് ഇനി തിരുവനന്തപുരം ആണെന്നറിയത്തില്ല. പുള്ളിയുടെ അകത്ത് അങ്ങ് സംശയം കയറി. പുള്ളി ചോദിക്കുവാണ് കർത്താവിന് സ്തോത്രം. 18-ാമത്തെ വാക്യം. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും?
ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സി എന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂത് പറഞ്ഞവനോട് തിരിച്ചു ദൂത് പറയുക. എന്തുവാ ദൂത്? ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സി എന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ദൂതൻ പറയാ, സക്കറിയാവേ, ഞാന് സ്തോത്രം തമ്പാനൂടെ നടന്ന ആളല്ല, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഗബ്രിയേലാ. നിന്നോട് സംസാരിപ്പാനും നിന്നോട് പറയാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട്. ഒരു പദം എടുത്ത് നിർത്തുക. തക്ക സമയത്ത് നിവർത്തിയാകാനുള്ള എൻ്റെ ദൂത്. തക്ക സമയത്ത്. ആമേൻ, ഗ്ലോറി. ദൈവം നീ ഏറെ മാസങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ ടൈം കുറിച്ചിരിക്കുന്നു. നീ ഏറെ സങ്കടപ്പെട്ട വിഷയത്തിനകത്ത് സമയം കുറിച്ചിരിക്കുന്നു. നീ ഏറെ വിഷമിച്ച കൃപ 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 കൃപ. അടുത്ത ദിവസങ്ങളിൽ നിനക്കൊരു വാർത്ത കേൾക്കാം, ദൈവം സമയം കുറിച്ചെന്ന്. അടുത്ത ദിവസങ്ങളിൽ നീ അറിയാൻ പോവാ, ദൈവം സമയം കുറിച്ചെന്ന്. അടുത്ത ദിവസങ്ങളിൽ നീ അറിയാൻ പോവാ, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന്. എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകം ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. വിശ്വാസം കാണാമോ? അത് കർത്താവേ, ആ സമയം അടുത്തിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട്. മതി. ഇനി ദൈവത്തിന്റെ വാക്ക് ഒരു ദൈവ പൈതൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കണം? ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആ വാക്ക് വിശ്വസിച്ച് അവൻ പോയി. അവൻ പോകയിൽ ഒരു ദാസൻ എതിരേറ്റ് വന്നു പറഞ്ഞു, മകൻ ജീവിച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വാക്ക്, അത് ദൈവത്തിന്റെ വാക്കാ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രവചനം, അത് ദൈവത്തിന്റെ പ്രവചനമാ. നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ വിഷയത്തിന് നിന്റെ ഒരു പ്രാർത്ഥന മതി. ഇന്ന് എത്ര ലേറ്റ് ആയാലും പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചതലോടാ ദൂത്, പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ അസാധ്യതകൾ വഴിമാറും. എനിക്ക് പ്രവചിക്കാൻ ഒത്തിരി ദൂതുകൾ വന്നിട്ട് ഞാൻ പ്രവചിക്കാതെ നിൽക്കുന്നത് എന്താണെന്നറിയാമോ? അസാധ്യതകൾ വഴിമാറാൻ പോവാ. നിന്റെ വീട്ടിൽ നാട്ടുകാർ പറയുന്ന നടക്കത്തില്ല, നിന്റെ വീട്ടിൽ ചുറ്റുപാടുകൾ പറയുന്ന നടക്കത്തില്ല, നിന്റെ വീട്ടിൽ ദൈവം പറയുന്നത് നടക്കൂ. ബൈബിൾ തുറക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ ചിത്രമാണ്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് ബൈബിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണം, അത് ബൈബിളിൽ പറയുന്ന കുടുംബത്തെക്കുറിച്ച് ബൈബിളിൽ എന്താ വെളിപ്പെടുത്തുന്നതെന്ന് മനസ്സിലായോ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലമുള്ള മുന്തിരിവള്ളിയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കണം. നിന്റെ പുത്രന്മാർ ബാല്യത്തിൽ തളിച്ചു വളരുന്ന തൈ പോലെയും നിന്റെ പുത്രിമാർ അരമന മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തൂണ് പോലെയും ഇരിക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഉൽപ്പത്തി പുസ്തകം തൊട്ട് തുടങ്ങിയതാണ് കുടുംബങ്ങളോടുള്ള ഒരു പൈശാചിക പോരാട്ടം. എപ്പോഴും ഓർക്കണം, നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റിയാൽ അത് ഭൂമിയിലെ ഒരു കൊച്ചു സ്വർഗമാണ്. പലരുടെയും ജീവിതത്തിൽ പലതും ഉണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ വേണ്ടതായ മാറ്റങ്ങളും വിടുതലുകളും ഇല്ലാതെ ഭാരപ്പെടുന്ന ധാരാളം പേരുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ സന്ദേശം.
ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഭർത്താവിൻ്റെ നന്മയിൽ ഒട്ടും അസൂയയില്ലാത്ത ഒരാൾ ഭൂമിയിലുണ്ടെങ്കിൽ അത് ആ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ മാത്രമായിരിക്കും. ഭാര്യയുടെ നന്മയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് അവളെ സ്നേഹിക്കുന്ന ഭർത്താവ് മാത്രമായിരിക്കും. അപ്പനും അമ്മയും കൂടുന്ന കുടുംബത്തിനകത്ത് തലമുറകൾ വാക്തത്വമാണ്. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും കൂടെ സമ്മേളിച്ചാൽ കുഞ്ഞുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത് യഹോവ നൽകുന്ന ദാനമാണ്. കുടുംബജീവിതത്തിൽ ചിലർക്ക് കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കും, ചിലർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാത്തത് കാണാം. ദൈവത്തിന് സ്തോത്രം. ഓരോന്നിനും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇനി ഞാൻ സ്തോത്രം ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം. യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് സെഖരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ നടന്ന കാര്യത്തെയാണ് ശുശ്രൂഷിക്കാൻ പോകുന്നത്. എന്നാൽ അവരുടെ വിഷയം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. സന്ദേശം വേറൊരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ പോകുകയാണ്. അവരെക്കുറിച്ച് ബൈബിൾ പറയുക, അവർ വയസ്സ് ചെന്നവരും വൃദ്ധരുമായിരുന്നു. അവർ ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പുരോഹിതൻ ഒത്തിരി കുഞ്ഞുങ്ങളെ ദൈവകരത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല. നീറുന്ന ഹൃദയവുമായി 100 കണക്കിന് കുഞ്ഞുങ്ങളെ ദൈവത്തിന് സ്തോത്രം സമർപ്പിച്ച ആ ദൈവമനുഷ്യൻ്റെ ഉള്ളിലൊരു നീറ്റൽ എല്ലാവർക്കും വിഷയത്തിന് വിടുതൽ കൊടുത്തു. എനിക്ക് മാത്രം വിടുതൽ തന്നില്ല. എന്നാൽ ആ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത പറയാം. വിടുതൽ ലഭിക്കാതിരുന്നിട്ടും പിന്മാറിയില്ല. അസാധ്യതകൾക്ക് നേരെ പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ ഈ ആത്മിക സന്ദേശം നിങ്ങളിലോട്ടൊന്ന് തരട്ടെ. അസാധ്യതകൾ എവിടെയുണ്ടോ അതിനെ നോക്കി നിരാശപ്പെടരുത്. അതിൻ്റെ മുമ്പിൽ വേണ്ടത് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. നടക്കത്തില്ലെന്ന് ആര് പറഞ്ഞോ ആ കാര്യത്തിന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ അസാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയാം, മടുക്കരുത്, അതിന് നേരെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ചോദ്യം, ജീവിതത്തിൽ അസാധ്യതകൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിന് നേരെ പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം ആരാന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. മുമ്പിൽ നിൽക്കുന്നൊരു ബ്രദറ് സഭായോഗത്തിന് ഞായറാഴ്ച എൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ അമേരിക്കൻ വിസയ്ക്ക് പോവുകയാണ്. സ്തോത്രം. എന്നെ ഒന്ന് പ്രാർത്ഥിച്ചു വിടണം. കാരണം ആർക്കും ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കണ്ട എന്നാണ് ഇപ്പോഴത്തെ നിയമം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിയമത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, എന്നെ ഒന്ന് പ്രാർത്ഥിച്ചയച്ചാട്ട്. ഞങ്ങൾ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചയച്ചു. തിങ്കളാഴ്ച അവിടെ ചെന്നപ്പം അദ്ദേഹത്തിന് മെസ്സേജ് വന്നു, ഇൻ്റർവ്യൂ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയെന്ന്. രാവിലെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. മുമ്പ് നിന്ന് 45 പേർക്ക് വിസ അടിച്ചില്ല, പക്ഷെ എനിക്ക് വിസ അടിച്ചു. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പം ഞാനൊരു സത്യം നിന്നോട് പറയാം. അസാധ്യതകൾക്ക് നേരെ പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. നിനക്കറിയാം അത് നടക്കാൻ സാധ്യതയില്ല, നിനക്കറിയാം അതിനകത്തൊരു വിടുതലില്ല. പക്ഷെ അതിനെതിരെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ അസാധ്യതകളെ സാധ്യതയിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അസാധ്യമെന്ന് തോന്നിയതെല്ലാം ഒരു പേപ്പറിൽ എഴുതണം. ജീസസ്, അത് നിന്റെ ബൈബിളിനകത്ത് വെക്കണം. ഇന്ന് തൊട്ട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ചില കുടുംബജീവിതങ്ങൾക്കകത്ത് അസാധ്യതകൾ വഴിമാറി തരാൻ പോവാ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇങ്ങനെയല്ല നിന്റെ കുടുംബത്തിൻ്റെ ചിത്രം, ഇങ്ങനെയല്ല നിന്റെ കുടുംബം പോകേണ്ടത്. നിനക്കറിയാം എവിടൊക്കെയോ ചില അസാധ്യതകൾ തലപൊക്കി നിൽപ്പുണ്ട്. ഈ അസാധ്യതകൾക്കെതിരെ നമ്മുടെ ഒരു കുഴപ്പം ഞാൻ പറയാം, പിണങ്ങുമൊന്നും ചെയ്യരുത്. നമ്മളൊരു വിഷയത്തിന് കുറച്ച് നാൾ പ്രാർത്ഥിച്ച് ആ വിഷയത്തിന് വിടുതൽ കിട്ടിയില്ല, നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവഹിതമാണ് നടക്കട്ടെ. എന്തുവാ? ദൈവഹിതമാണ് നടക്കട്ടെ. സ്തോത്രം. അതെന്നാ കാര്യം? ഇത്രയും ദിവസം പ്രാർത്ഥിച്ചിട്ട് കിട്ടാഞ്ഞുണ്ടാ. ഇവിടെ നോക്കിയേ, വർഷങ്ങളായിട്ടൊരു കുടുംബം ദൈവത്തിന് മുമ്പിൽ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കാര്യത്തിലൊരു ഇടപെടലുണ്ടാവും. ഇന്ന് പ്രസംഗം നീണ്ടില്ലേലും കുഴപ്പമില്ല, നിന്റെ വിഷയത്തിൽ ഒരു ഇടപെടലുണ്ടാകണം. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നീ നിന്ദിക്കപ്പെട്ട ദേശത്ത്, അപമാനിക്കപ്പെട്ട ദേശത്ത്, തല കുനിച്ച ദേശത്ത്, നിനക്കെതിരെ ചോദ്യങ്ങൾ മുഴങ്ങിയ സ്ഥലത്ത് ദൈവത്തിന് ഇടപെടാനുണ്ട്.
ഓ ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. എണ്ണപ്പെട്ട ദിവസത്തിനകം അസാധ്യമെന്ന് നീ പറഞ്ഞ പലതും നിനക്ക് മുമ്പിൽ നിന്ന് വഴിമാറി തുടങ്ങണം. അത് വിശ്വാസ കണ്ണാൽ കാണാൻ കഴിയണം. അസാധ്യതകൾക്ക് നേരെ പ്രവചിക്കണം യേശുവിൻ്റെ നാമത്തിൽ. അസാധ്യതയ്ക്ക് നേരെ വായുകളെ തുറക്കണം. അത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഒരിക്കൽ ദൈവത്തിൻ്റെ കൈ എസക്കിയലിനെ എടുത്ത് ഒരു താഴ്വരയുടെ നടുവിലോട്ട് കൊണ്ടു നിർത്തി. ആ താഴ്വര എന്ന് പറഞ്ഞാൽ അസ്ഥികൾ ചതറപ്പെട്ട് കിടക്കുന്ന ഒരു താഴ്വരയാണ്. അസ്ഥികളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, അസ്ഥികളുടെ തേജസ്സും ഓജസ്സും നഷ്ടപ്പെട്ട് ഉണങ്ങി വരണ്ട് കിടക്കുന്ന അസ്ഥികൾ. അതിനർത്ഥം ഒരു അസ്ഥിത്താഴ്വര അവിടെ ഉണ്ടെന്നല്ല, ഇസ്രായേലിൻ്റെ അകത്ത് നഷ്ടപ്പെട്ട പ്രത്യാശയാണ് കാണിക്കുന്നത്. വാടി വഴുന്ന സ്തോത്രം പറയാൻ കരുത്തില്ലാതെ കിടക്കുന്ന ജനത്തിൻ്റെ നടുവിലോട്ട് നീ ഇറങ്ങണം. എന്നിട്ട് എന്തോ ചെയ്യണം? നീ അതിൻ്റെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്കണം. നടക്കുമ്പോൾ കാണാം ചില ചലനങ്ങൾ. നീ നടക്കുന്ന സ്ഥലത്ത് ചില ചലനങ്ങൾ. പത്രോസേ, നീ ഇറങ്ങി വന്ന് നടന്നാൽ നീ നടക്കുന്നിടത്ത് ചലനങ്ങൾ കാണാം. ആ ചലനങ്ങൾ രോഗി കിടക്ക വിട്ട് ഓ ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. ഓ ജീസസ്, ഞാൻ ആ വെളിപ്പാടിൽ നിന്നൊരു ദൂത് പറയട്ടെ. നിശ്ചലമെന്ന് നീ പറഞ്ഞതിന്മേലൊക്കെ ഈ ദിവസങ്ങളിൽ ചലിക്കണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാനൊരിക്കല് എൻ്റെ അപ്പൻ വെച്ച് ഒരു പഴയ വീടിനകത്ത് താമസിക്കുക. സാമ്പാർഷൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ പോകണമെങ്കിൽ പ്രത്യേക ഡ്രൈവിങ് പഠിച്ചവർക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ റോഡിൻ്റെ സൈഡിലാണ്. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ തെങ്ങേ കയറി വെച്ച് താഴോട്ട് ഇറങ്ങുന്നല്ല ഇറങ്ങണം. അവിടെ ആയിരുന്നു ഞങ്ങളുടെ വീട്. ഒരു ദിവസം എന്നോട് ദൈവം പറഞ്ഞു, ഈ വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം. ഞാൻ 100 കണക്കിന് ദിവസം എൻ്റെ വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ചലനം ഇവിടുന്ന് വേണം. ഞാനൊരു ആത്മീക സന്ദേശം നിങ്ങളുടെ നിശ്ചലമായതിനെ നോക്കി കരയരുത്, സങ്കടപ്പെടരുത്. ഇതിനെ ചലിപ്പിക്കാൻ കഴിവുള്ളവനാണ് നിന്റെ മേലുള്ളത്. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. നിനക്ക് വേണ്ടി ചില വഴികൾ ചലിക്കട്ടെ, ചില ഡോറുകൾ ഓപ്പൺ ആകട്ടെ. എസക്കിയേൽ അതിനകത്തൂടെ നടക്കാൻ തുടങ്ങി. ഗ്ലോറി. ഇന്നിതിനകത്തൂടെ ദൈവദൂതന്മാർ നടക്കട്ടെ. അബ്രഹാമിന്റെ വീട്ടിൽ മാത്രമല്ല ദൂതൻ വരുന്നത്, നിന്റെ വീട്ടിലും വരും. സക്കായിയെ മാത്രമല്ല പേര് വിളിച്ചിറക്കിയത്, നിന്നെയും പേര് വിളിച്ചിറക്കും. ഓ, ദാവീദിനെ മാത്രമല്ല ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചത്, നിന്നെയും വിളിക്കുകയാ. അവന്റെ പേര് മാത്രമല്ല മഹാന്മാരുടെ പേര് പോലാക്കുന്നത്, നിന്റെ പേരുമാക്കും. ഓ ഹല്ലേലൂയ. അതിനെ നടുവിലൂടെ ചുറ്റിച്ചട്ടി നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നടക്കുമ്പോൾ അവന് മനസ്സിലായി അവിടെ ചലനങ്ങളുണ്ട്. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ. അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങക്കറിയാം. അന്നേരം ദൈവത്തിന് മനസ്സിലായി ഇവന്റെ ബുദ്ധി ചെയ്യത്തില്ല, അങ്ങക്കറിയാമെന്ന് പറഞ്ഞ് നിൽക്കുക. ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും, വല്ലതും നടക്കുമോ? അത് ദൈവത്തിന് അറിയാമെന്ന് പറയണം. മോറിയാമല കയറിക്കൊണ്ടിരിക്കുന്ന അബ്രഹാമിനോട് മോൻ ചോദിച്ചു, ചങ്കത്തറയ്ക്കുന്നൊരു ചോദ്യം, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടാ? അവൻ പറയാ, അത് ദൈവം നോക്കിക്കോളൂ. കേട്ടോ, ആ വാക്ക് സ്വർഗത്തെ അവരെ ചലിപ്പിച്ചു. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ചോദിക്കാം, ധൈര്യമുണ്ടോ നിന്നെ നിന്നിച്ചവന്റെ മുമ്പിൽ ദൈവം നോക്കുമെന്ന് പറയാൻ? എന്റെ കാര്യം ദൈവം നോക്കും, എന്റെ സന്തതിയുടെ കാര്യം. യേശുവിന്റെ നാമത്തില് ധൈര്യത്തോടെ പറ, എന്റെ വീടിന്റെ കാര്യം ദൈവം നോക്കും. ബാങ്ക് പറയുന്നത് ജപ്തി ചെയ്യും, പക്ഷെ കാര്യം ദൈവം നോക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ തിരുവനന്തപുരത്തും കുറെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. എന്തുവാ? എന്റെ കാര്യം ദൈവം നോക്കിക്കോളൂ എന്ന് പറ. അടുത്തിരിക്കുന്ന ആളത് കൈ കൊടുത്ത് വെച്ചാൽ എന്റെ കാര്യം ദൈവം നോക്കിക്കോളൂ എന്ന് പറ. എന്റെ കാര്യം ദൈവം നോക്കിക്കോളൂ. ആ മല കയറിയവന്റെ ഉള്ളിൽ പിടയ്ക്കുക. നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ആ മല മുഴുവൻ നടന്ന് അബ്രഹാം കല്ല് പറക്കി. ആ കല്ല് പറക്കിയപ്പോൾ ഒന്നും ആടിനെ കണ്ടില്ല. ആട് കുരുങ്ങിക്കിടക്കുന്ന കാടിന്റെ ചോട്ടിൽ നിന്നാ കല്ല് പറക്കിയേ, പക്ഷെ ആടിനെ കണ്ടില്ല. എന്താ കാര്യം? തമ്പുരാൻ മറച്ചു വെച്ചാൽ സമയത്തെ വെളിപ്പെടുത്തുള്ളൂ. നിന്റെ മറുപടി മറച്ചു വെച്ചിരിക്കുക. നിന്റെ മറുപടി നിന്റെ കണ്ണത് കണ്ടിട്ടില്ല. സ്തോത്രം.
സ്തോത്രം. ഞാൻ തുടക്കത്തിലേ പറയാം, നീ ഒരു പ്രശ്നത്തിനാണെങ്കിൽ പരിഹാരം നിന്റെ അടുക്ക നിപ്പുണ്ട്. എന്നെ വേദപുസ്തകത്തിൽ ഏറ്റവും ചലിപ്പിച്ചൊരു ഭാഗമുണ്ട്. നമ്മളെല്ലാം കൂടെ ഇവിടുന്ന് ചെന്നൈക്ക് ഒരു ടൂർ പോവാന്ന് വിചാരിച്ചു. ഒരു 10-20 വണ്ടി വിളിച്ച് നമ്മളെല്ലാം കൂടെ പോവാ. രാവിലെ പോയാൽ അമ്മി ചെന്നൈയിൽ രാത്രിയാകുമ്പോൾ എത്താം. പക്ഷെ പ്രശ്നം, ഇത്രയും പേർക്ക് ഇരിക്കാൻ ഹോട്ടൽ വേണം, ഫുഡ് കഴിക്കാൻ നേരത്തെ ഒരാൾ ബുക്ക് ചെയ്യണം. സ്തോത്രം. ഇത്രയും പേർക്ക് വെള്ളം വേണം, വെള്ളം നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണം, അല്ലെ വഴി വാങ്ങിക്കണം. 10-20 ബസ് ആളാ. ചോദ്യം, ലക്ഷക്കണക്കിന് ജനത്തെയും കൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് പോവാ. ഈ ദൈവത്തിന്റെ പ്രത്യേകത, നീ എവിടെ വെച്ച് വിശക്കുമെന്ന് തമ്പുരാന്റെ പ്രോഗ്രാം ഷീറ്റിലുണ്ട്. ഇതൊരു കയ്യടിയുടെ യോഗമല്ല. അല്ല, ചിലര് ചോദിക്കും യേശു എന്ന് പറയുമ്പോൾ ഇത്ര ആവേശം എന്തുവാ? അത് യേശുവിനെ അറിയാവുന്നതുകൊണ്ടാ. യേശു എന്ന് പറയുമ്പോൾ നീ ചത്ത് കിടക്കുവാന്നാ ചിലർ പറയുന്നത്. അതിന്റെ കാരണം എന്താ? നിനക്ക് യേശുവിനെ അറിയാം. സ്തോത്രം. ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവര് ദാഹിച്ചു പിറുപിറുത്തു. ഈ ഉപദേശിമാരെല്ലാം ഓർത്തോണം, ഈ മോശയുടെ ഒരു പ്രത്യേകത എന്നറിയോ? ചില സമയത്ത് മോശയുമാരങ്ങ് പൊക്കി അങ്ങ് തോളയിലെടുക്കും. മോശയെ പോലെ ഒരു ഉപദേശിയില്ല, ഞങ്ങൾ എങ്ങനെ നടക്കും? ഇച്ചിരി നേരം കഴിയുമ്പോൾ കല്ലും എടുക്കും. അപ്പൊ ഉപദേശിമാരെപ്പോഴും ഓർത്തോണം, പൊക്കിയാൽ നിങ്ങൾ പൊങ്ങരുത്, താത്തിയാ നിങ്ങൾ എപ്പോഴും ഒരേപോലെ നിന്നോണം. പൊക്കുന്നവൻ തന്നെ താക്കും. അപ്പൊ ആരെയും പൊക്കിയാൽ പൊങ്ങരുത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ ചെല്ലുമ്പോൾ വെള്ളമില്ല. ഈ മോശയുടെ ഒരു പ്രത്യേകത, പുള്ളിക്ക് കൂടുതലൊന്നും നിർത്തില്ല. എന്നാ പറഞ്ഞാലും കരയും പുള്ളി. ചെങ്കടലിന് മുമ്പിൽ കടന്ന് കരച്ചില്ല. ഈ പിറുപിറുക്കുന്ന ജനത്തിന് മുമ്പിൽ കടന്ന് മുഴുവൻ കരച്ചില്ല. പക്ഷെ മോശയുടെ പ്രത്യേകത, മോശ കരയുമ്പോൾ ദൈവം മിണ്ടും. അപ്പൊ മോശയോട് പറഞ്ഞു, നീ വടിയും എടുത്ത് മൂപ്പന്മാരെ വിളിച്ച് പാറപ്പുറത്ത് കയറണം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേൾക്കണം. എന്നിട്ട് ആ പാറയെ നീ വടി കൊണ്ട് അടിക്കണം. ഒരു ചോദ്യം, പാറയുള്ള നാട്ടിലുള്ളവരോട് ഞാൻ ചോദിക്കുക, കൂടത്തിനടിച്ച പൊട്ടാത്ത പാറ വടിക്കടിച്ചാ പൊട്ടുവോ? എന്നെ നോക്കണം. ഞാനൊരു സത്യം പറയാം, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയേക്കുന്ന നീ കണ്ടിട്ടില്ല, പക്ഷെ അതിനെ തെളിച്ചു തരാൻ ദൈവത്തിന് കഴിയും. ആ മല മുഴുവൻ നടന്നിട്ടും ഒരൊറ്റ ദൈവത്തിന് സ്തോത്രം, കല്ല് പറക്കിയിട്ടും ആടിനെ കണ്ടില്ല. പക്ഷെ സമയമായപ്പോ, നിങ്ങൾ ശ്രദ്ധിക്കണം, യാഗപീഠം പണിതു, ഇസഹാക്കിനെ പിടിച്ചു കടത്തി, കത്തി കയ്യിലെടുത്തു, മുകളിലേക്ക് പൊക്കിയപ്പോ സ്വർഗം വാതിലിങ് തുറന്നിട്ടു. എന്നിട്ട് അബ്രഹാമേ അരുത്, തലപൊക്കി നോക്ക്, നീ എന്താഗ്രഹിച്ചോ അത് കുരുങ്ങി കിടപ്പുണ്ട്. ഈ ആട് ഇത്രയും നേരം ഒന്ന് കരഞ്ഞു പോലും ഇല്ലല്ലോ. ആ ഭാഗത്തൊന്ന് ഞാൻ പോരുക, നിങ്ങളിന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എസക്കിയേൽ ദൈവത്തോട് പറയുക, കർത്താവേ നീ അറിയുന്നു. ദൈവം പറഞ്ഞു, ഈ അസ്ഥിയോട് നീ വചനം പറ. എന്തോ പറയണം? വചനം പറഞ്ഞപ്പോൾ അസ്ഥിക്ക് ഷേപ്പ് വന്നു. അസ്ഥിയോട് ചേർന്നു. അതിനെന്തോ വന്നു? ഷേപ്പ് വന്നു. പക്ഷെ എന്തോ ഇല്ല, അനക്കമില്ല. നമ്മൾ ഈ തുണിക്കടയിലൊക്കെ ചെല്ലുമ്പം കടയുടെ മുമ്പിൽ ജീൻസും ടീഷർട്ടും ഇട്ട് ഒരാൾ ഇങ്ങനെ കൈ കൊണ്ട് നിൽക്കും. കയറി കൊടുക്കരുത്, മനുഷ്യനല്ല. അതിന്റെ പ്രശ്നം നമ്മുടെ കൂട്ടാ, പക്ഷെ ഷേപ്പേ ഉള്ള, അനക്കമില്ല. ഇപ്പൊ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഈ അനക്കമില്ലാത്തതിനൊക്കെ അനക്കം വരുത്താനാ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഷേപ്പ് ഉണ്ട്, പക്ഷെ എന്തോ ഇല്ല. ചിലരെ 7 ദിവസത്തെ പ്രാർത്ഥന വെക്കുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തണം, പോകുമ്പോൾ എടുത്തോണ്ട് പോകണം. അനക്കമില്ല. കടക്കാരൻ കണ്ടിട്ട് രാവിലെ ജുബായും ജീൻസ് പിടിച്ച് വെളി വെക്കും. രാത്രി കട അടയ്ക്കുമ്പോൾ എടുത്ത് രാവിലെ പൊടിയെല്ലാം തുടച്ച് പിന്നെ അടുത്ത ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ടും ലൂയിസ് ഫിലിപ്പിന്റെ പാൻറ്റും ഇടിച്ച് പിറ്റേന്ന് നിർത്തും. ഇങ്ങനെ ഒത്തിരി പേര് ഷേപ്പ് വന്ന ഒരു ചർച്ചകളിലുണ്ട്. പക്ഷെ എന്തോ ഇല്ല, ഫോട്ടോ മാത്രമുണ്ട്. എന്തോ ഇല്ല, അനക്കമില്ല. ഉടനെ പറഞ്ഞു, നീ കാറ്റിനോട് പ്രവചിക്കണം. ദൈവത്തിന്റെ കാറ്റ് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ ഊതുക. കാറ്റൂതിയപ്പോൾ ഒരു ആർമി എഴുന്നേറ്റു. ഞാൻ ഇനി ഒരു ദൂത് പറയാം. ഒരു പിടി പ്രശ്നത്തിനകത്തോട്ട് വചനത്തിനെയും ആത്മാവിനെയും കടത്തിവിട്ടപ്പോൾ ഒരു ചലിക്കുന്ന മറുപടി വെളിവന്നെങ്കിൽ കൃപ വ്യാപരിക്കട്ടെ. ഇന്ന് ചില ചലനങ്ങൾ നടക്കട്ടെ. അസാധ്യതകൾക്ക് നേരെ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ആരും നടക്കത്തില്ലെന്ന് പറഞ്ഞു, അതിന് നേരെ പ്രാർത്ഥിക്കാം.
എന്നോട് ദൈവം പറയുക, അവൻ പൊട്ടിച്ചെറിയ കുടുംബ ബന്ധങ്ങളെ ഒട്ടിച്ചു ചേർക്കാൻ പോവുക. എന്തോ കുടുംബ ബന്ധങ്ങൾക്കകത്ത് ചില പണി നടക്കാൻ പോവുക. പിശാചിന്റെ തന്ത്രം ഏതിനി തൊട്ട് കുടുംബങ്ങളോട് പോരാട്ടം തുടങ്ങിയതാ. ഇന്നും ആ പോരാട്ടം നിലനിൽക്കുക. ഇന്നത്തെ പ്രാർത്ഥന ആ പോരാട്ടത്തെ ജയിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാ മനുഷ്യരും അസാധ്യതകൾക്ക് നേരെ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക. ഇവൻ ദൈവസന്നിധിയിൽ നിന്ന് അണുവട ഈ ബൈബിളിൽ ഏറ്റവും സഹിഷ്ണുതയുള്ള മനുഷ്യൻ ആരാന്ന് പറയുക? ഈ 38 കൊല്ലം ബെത്സൈദ കുളത്തിന്റെ കരയെ കടന്നവനാ. 38 ആഴ്ച വിടുതൽ കിട്ടിയില്ലേ നമ്മൾ പുറകോട്ട് പോകും. 38 വർഷമായിട്ട് ദൈവത്തിന് മനസ്സിലായി ഇവനെ കുളത്തിച്ചടിച്ച് വിടുവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ നേരിട്ടിക്ക് വന്നു. അപ്പൊ നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് ദൈവത്തിന് അറിയാവുന്ന കേസ് കർത്താവ് ഡയറക്റ്റ് ഇറങ്ങും. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഭാഗത്തോട്ടൊന്ന് വരാം. എന്തുകൊണ്ടാണ് അസാധ്യതകൾക്ക് നേരെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചിലതൊക്കെ ദൈവമായിട്ട് തന്നെ തടഞ്ഞു വെച്ചതുണ്ട്. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. അതിൻ്റെ സമയത്തെ വെളിപ്പെടുത്തുള്ളൂ. ചില കുടുംബങ്ങൾക്കകത്ത് സമയത്ത് വെളിപ്പെടാനുള്ള ചില ദൈവപ്രവൃത്തി അതിനോട് നീ അടുത്തുകൊണ്ടിരിക്കുകയാ. ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ ലൈഫിൽ ആ സമയം വരാൻ പോവുക. ഓ, നിന്റെ കുടുംബത്തിൽ ആ സമയം. ഓ ജീസസ്. നിങ്ങൾ എന്നെ ഒന്ന് ഇച്ചിരുടെ നിങ്ങൾ ഈ വചനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ. അനിപ്പാസ്റ്റർക്ക് ഇപ്പൊ വെളിപ്പെട്ട കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഇന്നല്ല വെളിപ്പെട്ടത്, കുറെ മാസങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ടു. എന്തോ ഒരു കാര്യം നടക്കാൻ പോവാ. നടന്നിട്ടില്ല, പക്ഷെ എന്തോ ഒരു കാര്യം നടക്കാൻ പോവാ. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത ഒരു ഇടപെടൽ ഈ ദിവസങ്ങൾ ഉണ്ടാവും. പണ്ടത്തെ പോലെ സെക്കരിയാവെ ശുശ്രൂഷ ഇപ്പോഴും, പക്ഷെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ പോവാ. തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. നിശ്ചലാവസ്ഥയ്ക്ക് നേരെ ഒന്ന് പ്രാർത്ഥിക്കാൻ, അസാധ്യതകൾക്ക് നേരെ പ്രാർത്ഥിക്കാൻ ഇപ്പൊ നിങ്ങളുടെ മനസ്സിനകത്ത് എന്നെ ശ്രദ്ധിക്കുക. നമുക്ക് പെട്ടെന്ന് ആ വാക്യത്തിലൂടെ പോവാം. നിങ്ങളുടെ മനസ്സിനകത്ത് അസാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നില്ലേ? ഇപ്പം നടക്കത്തില്ലെന്ന് നിങ്ങൾ തന്നെ എഴുതി തള്ളി. നമ്മുടെ കൂട്ടുകാരി ഇന്നാളി വന്ന പ്രവാചകൻ, നിങ്ങൾക്കറിയാം പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രത്യേകത, പ്രവാചകൻ പ്രവചിച്ചാലും അവൻ പ്രാർത്ഥന നിർത്തത്തില്ല. രണ്ടൊരു രാജാവിനോട് ഇന്ന് പ്രവചിച്ചു, പെട്ടി ശരിയാക്കിക്കോ, കുഴി വെട്ടിക്കോ, പിള്ളേർക്കെല്ലാം പ്രമാണം കൊടുത്തോ, നീ ചാകാൻ പോവാ. പക്ഷെ പുള്ളി പ്രയർ നിർത്തിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും വലിയ ശബ്ദം പ്രവചന ശബ്ദം. അത് കേട്ടിട്ട് പോലും ഒരുത്തം പ്രാർത്ഥന നിർത്തുന്നില്ല. അതിൻ്റെ കാരണം എന്താ? പ്രവചനത്തെക്കാൾ ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞവൻ ഏത് അസാധ്യതകൾക്ക് നേരെയും പ്രാർത്ഥിക്കണം. ഓ, മനസ്സിലാകുന്ന ഇച്ചിരുടെ വചനം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഇത് നിന്റെ സന്തതിയോട് ബന്ധപ്പെട്ട, നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട, നിന്റെ വ്യക്തികളോട് ബന്ധപ്പെട്ട. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം പറയാം. സ്തോത്രം. ഒരപ്പനും അമ്മയും ബോംബെയിൽ വെച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവര് ബോംബെയിലെ താനായിൽ സ്നാനമേറ്റ് അവിടെയുള്ള ചർച്ചിൽ വിശ്വാസികളോട് ചേർന്ന് ആരാധനയ്ക്ക് കൂടി. അവർക്ക് ഒരു മോനുണ്ട്. ഞാൻ ഓർക്കണം, ആൽബർട്ട് എന്നാണ് അവരുടെ പേര്. ആൽബർട്ട്. എനിക്ക് അത്ര നല്ല അറിയാവുന്നതുകൊണ്ട് പറയാം. ആൽബർട്ടിന് ഞാൻ കാണുമ്പോൾ 24 വയസ്സുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ആൽബർട്ട്, അവരുടെ സാക്ഷ്യം അവരുടെ അപ്പനും അമ്മയും ഇരുന്ന് ആൽബർട്ടും കൂടെ എന്നോട് പറയുക, ആൽബർട്ടിൻ്റെ 4ാമത്തെ വയസ്സ് തൊട്ട് ആൽബർട്ടിന് ചുഴലിദീനം വരും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിൽക്കും, മയങ്ങി വീഴും, നൊരയും പതയും വരും. കോളേജിൽ വെച്ച് 100 കണക്കിന് പ്രാവശ്യം സ്കൂളിൽ വെച്ചും കോളേജിൽ വെച്ചും ആൽബർട്ടിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ആൽബർട്ടിനെ കൊണ്ട് അവരുടെ മാരേജ് ഫംഗ്ഷന് പോയി. കല്യാണം കഴിക്കുന്ന ചെറുക്കനും പെണ്ണിനും സ്തോത്രം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോയതാ. ആ സ്റ്റേജിൽ മയങ്ങി വീണ് ഫിക്സ് വന്നു. സ്തോത്രം. ആൾക്കാരുടെ മുമ്പിൽ വെച്ചെല്ലാം അപമാനിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ബോംബെ വെച്ച്, ദൈവത്തിന് സ്തോത്രം, ഈ കുടുംബം യേശു ക്രിസ്തുവിനെ ഇവൻ്റെ 19ാമത്തെ വയസ്സിൽ സ്വീകരിച്ചു. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടും ഇവൻ ഈ രോഗം വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആ ചർച്ചിലൊരു പാസ്റ്റർ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ആൽബർട്ടിനെ എഴുന്നേപ്പിച്ചെന്ന് വെച്ചു, ആൽബർട്ടെ, നീ അഭിഷേകം പ്രാപിച്ചാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ബാധ അഴിഞ്ഞു പോകും.
അന്നത്തെ ശുശ്രൂഷയിൽ ആൽബർട്ട് അഭിഷേകം പ്രാപിച്ചു. അതായത് ആൽബർട്ടിൻ്റെ 19ാമത്തെ വയസ്സിൽ. ഞാൻ കാണുമ്പോൾ ആൽബർട്ടിന് 23 വയസ്സുണ്ട്. ആൽബർട്ട് പറയാ, കഴിഞ്ഞ 4 വർഷമായി ആ രോഗം എന്നെ തൊട്ടിട്ടില്ല. എനിക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ചോദ്യം, ഇവർ രക്ഷിക്കപ്പെട്ടിട്ടും എന്താ ഇത് മാറാഞ്ഞേ? ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. അടുത്തൊരു സ്റ്റെപ്പൂടെ നീ എടുക്കാൻ തയ്യാറായാൽ ആ സ്റ്റെപ്പിൻ്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടും. ചില ഫാമിലിയോട് ബന്ധപ്പെട്ട് ഞാൻ പ്രവചിക്കുക, നീ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കണം. നീ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കണം. ഇപ്പോഴുള്ള നിന്റെ അവസ്ഥ ഉടനെ മാറാൻ പോവുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലൊരു ഹസ്ബൻഡും വൈഫും കൂടെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വന്നു. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ, സ്വന്തമായി ഞങ്ങൾക്കൊരു വീടില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹസ്ബൻഡ് പറയുക, എൻ്റെ ബ്രദറിനും സിസ്റ്ററിനും എല്ലാം വീടുണ്ട്, അപ്പനും വീടുണ്ട്, ഞങ്ങൾ വാടക വീട്ടില്ല. ഞാൻ പറഞ്ഞൊരു വചനം തരാം. സ്തോത്രം. അതെഴുതി പോക്കറ്റ് ഇടണം. എന്നിട്ട് ആ വചനം കാണാതെ പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതം ചെയ്യും. ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു, ഏത് വചനം ഞാൻ പറയാം? ഞാൻ പറഞ്ഞു, ബ്രദറല്ല പറയേണ്ടിയേ, സിസ്റ്ററാ പറയേണ്ടിയേ. സദൃശവാക്യത്തിൽ ഒരു വാക്ക് എഴുതി കൊടുത്തു. ദൈവത്തിന്, നീ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെക്കും, നീ അത് വാങ്ങിക്കും. സ്തോത്രം. ഈ വചനം ഞാൻ അവർക്ക് എഴുതി കൊടുത്തു. വചനം ബൈബിളിൽ നിന്നാണ്, ഞാൻ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നിങ്ങളുടെ ഇരിക്കുന്ന ബൈബിളാണ്, നിങ്ങൾ വായിക്കാത്തതാണ് നിങ്ങളുടെ പ്രോബ്ലം. ഇവിടെ പ്രസംഗിക്കുന്നതിന് ബൈബിളിൻ്റെ പ്രത്യേകത ഇപ്പം വായിക്കുന്ന പോലെ അല്ല വൈകിട്ട് വായിക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ രീതി മാറും, ഇതിൻ്റെ ദൂത് മാറും, ഇതിൻ്റെ നിങ്ങൾക്കറിയാം, ബൈബിളിനകത്ത് മുഴുവൻ ആദമും നോഹയും അബ്രഹാമും ഇസഹാക്കും യാക്കോവും 12 മക്കളും പ്രവാചകന്മാരും പിന്നെ യേശുവും അപ്പോസ്തലന്മാരും അപ്പോസ്തല പ്രവൃത്തിയും പൗലോസും തീമത്തിയോസും ഇവരുമൊക്കെ ഉള്ളൂ. വേറെ ചാക്കോയും വഴിയൊന്നുമില്ല. ഇവരെ വെച്ചാണ് ഈ കോടിക്കണക്കിന് ജനത്തിന് ഉപദേശിക്കുവാൻ വചനം കൊടുക്കുന്നത്. ഞാൻ തോന്നി, രക്ഷിക്കപ്പെട്ടവനെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ പ്രസംഗം ഞാൻ ഒരു 10,000 കേട്ടിട്ടുണ്ട്. സ്തോത്രം. യൂട്യൂബിലും എല്ലാം കൂടെ. പക്ഷെ ഇന്ന് വരെ ഒരേപോലല്ല പ്രസംഗം. ആ സാഹചര്യത്തിനൊത്ത ദൂത്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അതുകൊണ്ട് ബൈബിൾ എപ്പോൾ വായിച്ചാലും വായിക്കുന്നവൻ്റെ അകത്ത് തീ കത്തും.